അങ്ങനെ നമ്മള് മാതേരാൻ എത്തിയിരിക്കാട്ടോ. വെൽക്കം ടു മഹാരാഷ്ട്ര. ഇപ്പൊ നമ്മള് ടോയ് ട്രെയിൻ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നിലവിലും മച്ചാന്മാരെ, അപ്പൊ പുതിയ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പിന്നെ നമ്മൾ പറഞ്ഞു ഈ പ്രധാന സ്ഥലത്തിലെ ലാസ്റ്റ് പോയിന്റിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വോയിസും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. റെക്കോർഡായില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റിലേക്കാണ് എത്തുന്നത്. ഇതാണ് ആ വ്യൂ പോയിന്റ്. സംഭവം കിടിലനാണ്. വ്യൂ പോയിന്റിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. MYRA പോയിന്റ് ആണ്. കൂട്ടി വായിക്കേണ്ടവർക്ക് കൂട്ടി വായിക്കാം. അതിമനോഹരമായിട്ടുള്ള ഏറ്റവും 2600 അടി ഉയരത്തിലാണെന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ചെറിയ വെള്ളച്ചാട്ടമാണ്. അതിഭീകരമായിട്ടുള്ള വലിയ വാട്ടർഫോളാണത്. ഇതിന്റെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു കിടിലൻ വ്യൂസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. അതിന് മുന്നേ ഇതൊന്ന് വ്യക്തമായിട്ടൊന്ന് കണ്ടാലോ. വാവ്, എന്താല്ലേ. താഴത്തോട്ട് 1-2 ആളുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. സൈഡിലൂടെ അങ്ങനെ പോവാം. നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത്ര ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം അങ്ങോട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. ഇതൊക്കെയോ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമുക്ക് പിന്നെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടേക്കൊന്ന് പോയി നോക്കിയാലോ. എത്ര ആളുകളാണ്. ഇവിടെ നിന്നെല്ലാം ആളുകളാണ്. മലയാളീസ് പൊതുവെ ഇതുവരെയും നമ്മൾ മലയാളീസിനെ കണ്ടിട്ടില്ല കേട്ടോ. നോക്കാം. ഇതാണ് ശരിക്കും ഈ MYRA പോയിന്റിന്റെ ശരിക്കും വ്യൂ പോയിന്റിനുള്ള സ്ഥലം. ഇവിടെ നമ്മൾ ഏകദേശം നമ്മളെ ഇവിടെ ഈ നാഗാലാൻഡിലൊക്കെ പോയി കാണുമ്പോൾ ഒരു വ്യൂസ് ഉണ്ടല്ലോ. നാഗാലാൻഡില് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ കാണുന്ന അതേപോലൊരു പ്രതീതി നമ്മളത് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അതേപോലൊരു പ്രതീതി പോലെ നമുക്ക് തോന്നുന്നു. ഏകദേശം ഒരു 180 ഡിഗ്രിയിലാണ് ഈ ഒരു കാഴ്ച സാധ്യമാകുന്നത്. ഒരുപാട് നേരം ഇവിടെ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു പിന്നെ ഗ്യാപ്പ് പോലും കിട്ടിയത്. കാരണം ആളുകൾ ഒഴുകി എത്തുകയാണ്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസം ആയതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രവാഹമാണ്. അല്ലാത്ത ദിവസങ്ങളിൽ വേണം ശരിക്കും ഇങ്ങോട്ടൊക്കെ വരാന്. പക്ഷെ നമ്മളത് ലീവൊക്കെ എടുത്തിട്ട് വേണം ഇതിനായിട്ട് നിൽക്കണമെങ്കിൽ. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോഗോസ് എൻ്റെ ഒരു സ്ഥിര ഹോബിയാണ്. എവിടെയാണോ നമ്മൾ ഏത് സ്ഥലത്താണോ പോകുന്നത് അവിടുന്ന് 1-2 ലോഗോസ് വാങ്ങുക. അങ്ങനെ നമ്മൾ മാത്തേരാന്റെ ഒരു ടോയ് ട്രെയിൻ വരുന്ന ഒരു കുതിരയും ഒക്കെ ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ലോഗോ വാങ്ങി. അതിന്റെ കൂടെ തന്നെ വേറെ ഒരു ലോഗോ കൂടെ വാങ്ങിയിട്ടുണ്ട്. 2 നമ്മൾ മൊത്തത്തിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഏകദേശം മാതേരാന്റെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരമായിട്ട് പിന്നെ ടോയ് ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തൊക്കെ എത്താനായി എന്നാ തോന്നുന്നത്. മഴയെന്ന് വെച്ചാല് ഭീകര മഴയാണ്. ഒരു രക്ഷയില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചു നേരം മഴ നല്ല രസമാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തുടങ്ങിയ മഴയാണ്. ടോയ് ട്രെയിനിന്റെ ശബ്ദം അതാണ് വരുന്നത്. വലിയ ശബ്ദ കോലാഹലത്തോടു കൂടിയാട്ടോ ആശാന്റെ വരവ്. ഞാൻ ആ നമുക്ക് സൗണ്ട് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ സൗണ്ട് കിട്ടുന്ന ക്ലിപ്പുകൾ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഈ ടോയ് ട്രെയിനിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ എൻട്രൻസിലുണ്ടല്ലോ അവിടെ നിൽക്കുന്ന ക്യൂ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യണം. എങ്കിലാണ് ഈ ടോയ് ട്രെയിനിൽ കയറാനായിട്ട് പറ്റുള്ളൂ. കയറി കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്ക് ഈ വില്ലേജ് മൊത്തം ഇരുന്ന് കൊണ്ട് നടക്കാതെ കാണാം. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ നടന്ന പോലെ തന്നെ ഏകദേശം 10-12 കിലോമീറ്റർ ഇങ്ങനെ നടക്കണം. അതൊരു രസമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഇതാണ്
പിന്നെ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വരി. ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്. മലയാളീസാണോ ചോദിച്ചു? ടോയ് ട്രെയിൻ ഇതാണ് മാർക്കറ്റിലെ ടോയ് ട്രെയിൻ. അങ്ങനെ നമ്മള് മാത്തേറാൻ എത്തിരിക്കാട്ടോ. മാതേര ടോയ് ട്രെയിൻ നമുക്കിവിടെ ട്രെയിൻ അവൈലബിൾ ആണ്. ഗൈസ്, അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ മാത്തേരാൻ വ്യൂ പോയിന്റിലാട്ടോ ഇപ്പോൾ ഉള്ളത്. മാത്തേരാൻ വ്യൂ പോയിന്റ് അല്ല, മാത്തേരാൻ എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമാണ്. ഇതവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ചെറിയ ടോയ്ലറ്റിന്റെ ഒരു മോഡലവിടെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് മാത്തേരാൻ. ഒരുപാട് വ്യൂസ്, മഴക്കാലത്താണ് ഏറ്റവും അടിപൊളി. പക്ഷേ കൂടുതൽ വ്യൂ പോയിന്റ്സ് കാണണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മഴന്റെ സീസണിൽ വരും. കാരണം മഞ്ഞ് മൂടിയിട്ട് നല്ല മഴയുള്ള സമയമാണ്. ഇതൊരു സ്റ്റേഷൻ മാനേജർ ഓഫീസറാണ്. ഇവിടെയാണ് ഒരു സ്റ്റേഷൻ, വലിയ സ്റ്റേഷൻ എന്ന് പറയാനില്ല, നാരോ ഗേജ് ട്രെയിൻ എന്നൊക്കെ പറയില്ല നമ്മൾ, അതേപോലെ തന്നെയാണ്. ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നിലവിൽ മാത്തേറാനിലാണ്. എനിക്ക് ഇവിടെ എത്തുന്നതിന് മുന്നേ ഒരു ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഞാനൊരു പറയാം. മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ അതിനു മുന്നേ ഞാൻ വരുന്ന ഇത് 5ാമത്തെ സംസ്ഥാനം കേട്ടോ. ഈ 5ാമത്തെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ 3ാമത്തെ വലിയ ഒരു എന്താ പറയാ 3ാമത്തെ വലിയ സ്റ്റേറ്റാണ്. 3 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ ഒരു സ്ഥലം മഹാരാഷ്ട്ര സ്ഥിതി ചെയ്യുന്നത്. 3 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 കോടി ജനങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 36,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിന്റെ ഒരു ദൈർഘ്യം. സ്ക്വയർ കിലോമീറ്റർ ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അവിടെ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം 3 കോടി. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് വലിയൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൽ 36 ജില്ലകളുണ്ട്. 36 ജില്ലകളെ 6 ഡിവിഷനാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. 6 ഡിവിഷൻ. ഈ 6 ഡിവിഷനിലും ഏറ്റവും നമ്മുടെ വെസ്റ്റ് സൈഡിലുള്ള ഡിവിഷനാണ് കൊങ്കൺ ഡിവിഷൻ. ആ കൊങ്കൺ ഡിവിഷനിലാണ് ഈ റായ്ഗഡ് എന്ന് പറയുന്ന ജില്ലയിലെ മാത്തേരാൻ വ്യൂ പോയിന്റ്. ഇവിടുന്നാണ് ഒരു ഇൻട്രോ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് വല്ല മാത്തേരാന്ന് ഇറങ്ങായിട്ടാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. സമയം 5:30 ആയിരുന്നു. 5:30. ഓക്കെ, ലെറ്റ്സ് ഗോ നൗ. റോഷപ്പൂല്ല. അതിനു മുന്നേ നമ്മളെ റോഷൻജിയുടെ ഒരു അഭിപ്രായം എന്താണ്? നമ്മളെ ഈ ഒരു സീസണിൽ മാത്തേറാൻ വരുന്നത്? സീസൺ എനിക്ക് ആദ്യം ഈ ടൈമാണ് ഇതിന് വരാൻ പറ്റിയത്. പക്ഷെ നമുക്ക് ക്ലൈമറ്റ് കൂടുതൽ മഴ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് കുറച്ചൊരു പണിയായിട്ട് തോന്നും. വെൽക്കം ടു മഹാരാഷ്ട്ര. ഇപ്പൊ നമ്മള് അവിടെ കയറിയാല് ഓർഡറിലേക്ക് പോട്ടാ പോണോ? തിരൂർത്തെ ബീവറേജിനെക്കാളും വലിയ ഇവിടുന്ന് നമ്മള് മാത്തേരാൻ വ്യൂ പോയിന്റിലേക്കുള്ള ക്യൂ അല്ല, ഓട്ടോ ടാക്സി കിട്ടുന്നുള്ള ക്യൂ ആണ്. ഈ മാത്തേറാൻ വ്യൂ പോയിന്റിൽ എല്ലാവരും വീഡിയോസിൽ പറയും എങ്ങനെ പെട്ടെന്ന് അവരെന്താ പറയാ, നേരെ പൻവേലിക്ക് വരിക, പൻവേലിന് നേരാരിക്കുള്ള ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്തേര എത്താന്ന് പറയും. പക്ഷേ ഞാൻ പറയട്ടെ, അതങ്ങനെയല്ല.
കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പൻവേലിക്ക് ട്രെയിൻ എടുക്കുക. പൻവേലിക്ക് ട്രെയിൻ എടുത്തതിന് ശേഷം അവിടെ സ്റ്റേ അടിക്കണമെങ്കിൽ സ്റ്റേ അടിക്കുക. പിന്നെ അവിടുന്ന് നേരാലിക്കുള്ള ട്രെയിൻ, അതായത് ലോക്കൽ ട്രെയിൻ ഉണ്ടാവും. പൻവേലിൽ നിന്ന് ലോക്കൽ ട്രെയിനുകൾ ഉണ്ടായിരിക്കും. അതിന്റെ UTC എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ട്രെയിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ പൻവേലിൽ നിന്ന് നേരാലിക്ക് ഉള്ള ടിക്കറ്റ് എടുക്കണം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പൻവേലിൽ നിന്ന് താനെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, താനയിൽ. ആ താനയിൽ ഇറങ്ങണം. ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ വേറൊരു ട്രെയിൻ ഉണ്ട്, എവിടേക്ക് നേരാലിക്കുള്ള വേറൊരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കയറണം. ആ ട്രെയിനിന്റെ പേര് കുപ്പോളി എന്ന് പറയുന്ന ട്രെയിനിൽ വേണം നിങ്ങൾ എവിടേക്ക് കയറാൻ, നേരാലിക്ക് കയറാം. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് നേരാലെത്തിയിട്ട് ഒരു ഷെയർ ടാക്സി കിട്ടും. 100 രൂപയാണ് ഒരാൾ. അതിന്റെ മേലെ പോകട്ടോ, 100 രൂപ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാത്തേരാനിലെത്താം. ഇത്രയേ ഉള്ളൂ സംഭവം.